അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദനൻ പണിക്കർ, അകത്തേതര കളരിക്കൽ, പാലക്കാട്. 2024 ജൂൺ മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന നക്ഷത്രഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കാൻ ഉപകാരപ്പെടും. ഇതിനു മുമ്പുള്ള ചാനലിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുക. അതിലെല്ലാ ലിങ്കുമുണ്ട്. ആവശ്യമുള്ളവർക്ക് എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ചെറിയ ചെറിയ സംശയങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുന്ന പക്ഷം അത് നമ്മൾ മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം വരാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് അല്പം ചെലവ് വരുന്ന ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. ധനവരുമാനം ഉണ്ടാവുമെങ്കിലും അത്ര തന്നെ നമുക്ക് ചെലവും പ്രതീക്ഷിക്കാം. നേത്രാമയം എന്ന് പറയും. അപ്പോൾ നേത്ര സംബന്ധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായിട്ട് വരും എന്നുള്ള സൂചന തരുന്നു. എന്തെങ്കിലും വിശ്വാസ വഞ്ചനകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മുഖാന്തരം ചില മനസ്സിന് ക്ലേശം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. എന്നാൽ പ്രവൃത്തി മണ്ഡലത്തിൽ പലതരം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത്. അതുപോലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സർവ്വകാര്യങ്ങൾക്ക് വിജയം കൈവരിക്കാനായിക്കൊണ്ട് സാധിക്കും. പരിശ്രമങ്ങൾ വിജയിക്കും. സാമ്പത്തികമായിട്ട് ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ പൊതുവെയുള്ള സമ്പത്തും ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും വന്നു ചേരാനും പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾക്കൊക്കെ ഒരു നല്ല മതിപ്പ് ലഭിക്കാനും എല്ലാ ഐശ്വര്യങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാവാനുള്ള യോഗങ്ങളും ഇഷ്ടകാര്യസിദ്ധി, ഇഷ്ടഭക്ഷണയോഗം, ദൂരദേശയാത്രകൾ, അതുപോലെ തന്നെ മനസ്സുഖം, ദേഹസുഖം, എല്ലാ സുഖഭോഗങ്ങൾ എന്നിവ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ തേടി വരാൻ പറ്റുന്ന ഒരു മാസമായിട്ടും ഒരു നല്ല ഒരു പ്രതാപകാലമായിട്ടാണ് പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടം നമുക്ക് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കാണാനെക്കൊണ്ട് വരും കാലത്ത് സാധിക്കും. ദാമ്പത്യ സൗഖ്യം വരും. ഇഷ്ടകാര്യസിദ്ധി നമുക്കുണ്ടാവും. അതുപോലെ രാഷ്ട്രീയം കാര്യങ്ങളിലൊക്കെ നല്ല വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾ, ഗവൺമെൻറ് തലത്തിലായിട്ടുള്ള വ്യക്തികൾ, ദൂരദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഒരു നല്ല ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. വിദേശങ്ങളിലേക്ക് പ്രവൃത്തി മണ്ഡലങ്ങളൊക്കെ മാറ്റാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മാസം അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ട് പറയുന്നുണ്ട്. പാഴ്ചെലവുകൾ ഒഴിവാക്കാനായിട്ട് സൂചിപ്പിക്കുന്നു. ബന്ധുക്കളുടെ ചില വിയോഗങ്ങൾ മനസ്സിൽ ദുഃഖം ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ടും നമുക്ക് എന്തെങ്കിലും മനക്ലേശങ്ങളോ ആവലാതികളോ ഉണ്ടാവാനുള്ളതായിട്ടുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ഋണമോചനം ഉണ്ടാവും എന്നാണ്. കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിയാനുള്ള സാധ്യത പറയുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ശത്രുക്കളിൽ നിന്ന് ജയം ഉണ്ടാവും. പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല പേര്, പ്രശസ്തി, അധികാരങ്ങൾ, അംഗീകാരങ്ങൾ വന്നു ചേരാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. അതേപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതൊക്കെ ഏറ്റവും നല്ല ഒരു സമയമായിട്ടും എല്ലാ കാര്യങ്ങളിലൊക്കെ നല്ല വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടങ്ങളായിട്ടും ഉന്നത സ്ഥാനലബ്ധിയും അർഹിക്കുന്ന നല്ല ജോലി, വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടങ്ങളായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ പൊതുവേ ഒരു നല്ല ഒരു മാസമായിട്ടാണ് നമ്മൾ മേടം രാശിക്കാർക്ക് ഈ മാസം കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും വഴിപാടും തുറന്ന് ചെയ്യുക. പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലെത്തിക്കാനെ കൊണ്ട് സാധിക്കും എന്നൊരു സൂചനയാണ് നമുക്ക് ഈ മാസത്തിൽ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കുന്നത്.
ഈ അറിവുകൾ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. ജാതകവശാലുള്ള എന്തെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചെറിയ ചെറിയ സംശയങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മറുപടി കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെയും വിശദാംശങ്ങൾ നമുക്ക് കാണാനൊക്കെ സാധിക്കും. അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മേടൻ രാശിക്കാർക്ക് ഈ മാസം നമുക്ക് കാണുന്ന വിവരങ്ങൾ. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സർവ്വകാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടും സ്വത്തുവകകൾ ലഭിക്കാനുള്ളതായിട്ട് സാധ്യതകളും പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല പ്രസിദ്ധി, ആയുധവിദ്യകൾ, പുതിയ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയം, അവരവരുടെ പല നല്ല കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ട് ചിന്തകളും അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിക്കൊണ്ട് ശ്രമിക്കും. അതേപോലെ ഗവൺമെൻറ്റിൻ്റെതായിട്ട് അംഗീകാരങ്ങൾ, അർഹിക്കുന്ന സമ്പത്തുകൾ, ദൂരദേശ യാത്രകൾ ഇതൊക്കെ ഈ മാസം നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ള സൂചനകൾ തരുന്നു. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നുള്ള ഒരു ധനാഗമം ഈ മാസം പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒരു മെച്ചപ്പെട്ട ഒരു കാലഘട്ടം മാസം തന്നെ ആയിരിക്കും ഈ ഒരു ജൂൺ മാസം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നേരിടാം. പലതരത്തിലുള്ള ലാഭങ്ങൾ നമ്മളെ തേടിയെത്തും എന്നാണ് പറയുന്നത്. ഈ സാമ്പത്തികപരമായിട്ടൊക്കെ എവിടെയെങ്കിലും ബ്ലോക്കായി നിന്നൊക്കെ ഒന്ന് മാറി നമുക്ക് വന്നു ചേരേണ്ട സമ്പത്തും ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. എവിടെ നമ്മൾ വാക്കുകൊണ്ട് എന്തെങ്കിലും മനക്ലേശങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് വല്ലാതൊരു പ്രഷറൊക്കെ വരും, പറഞ്ഞേ പറ്റൂ ചെയ്തേ പറ്റൂ എന്നുള്ളതായിട്ട് സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നല്ല ക്ഷമയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അത്യാർഭാടങ്ങൾക്കായിക്കൊണ്ടുള്ള ധനവിയോഗങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മേലധികാരികളുടെ അതൃപ്തിക്ക് പാത്രമാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ചെറിയ രീതിയിലുള്ള കാര്യതടസ്സങ്ങളോ വൈകലുകളോ നമ്മൾ കണക്കാക്കേണ്ടതില്ല. ക്രമേണ നമുക്കത് പരിശ്രമത്തിലൂടെ വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. പ്രതിസന്ധികൾ തീർച്ചയായിട്ടും തരണം ചെയ്യും. അർഹിക്കുന്ന പരിഗണന നമുക്ക് ലഭിക്കുന്നില്ല എന്ന ചില മനക്ലേശങ്ങളൊക്കെ നമുക്ക് കാണുമെങ്കിലും അതൊന്നും നമ്മൾ വകവയ്ക്കാതെ നമ്മൾ മുന്നോട്ട് നമ്മുടെ പ്രവൃത്തി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വിജയത്തിലേക്ക് എത്തിക്കാനായിക്കൊണ്ട് സാധിക്കും എന്നൊരു സൂചന നമുക്ക് തരുന്നു. വാക്കുകൾ നിമിത്തം ചില നഷ്ടങ്ങളോ പരാജയങ്ങൾക്കോ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രവാസം പറയുന്നു. അപ്പോൾ ദൂരദേശ യാത്രകൾ വരാം. ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രകളോ ഒക്കെ ഉണ്ടാവാനുള്ളതായിട്ട് പ്രത്യേക സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ നിലവിലുള്ളതായിട്ട് പ്രവൃത്തി മണ്ഡലത്തിൽ ചില സ്ഥാനമാറ്റങ്ങളോ സ്ഥാനശരണങ്ങളോ സ്ഥാനഭ്രംശങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ശത്രുക്കൾ എപ്പോഴും തലപൊക്കിക്കൊണ്ടിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ആപത്തുകൾ ഒഴിയും, മനക്ലേശങ്ങൾ നമുക്ക് തീർന്നു കിട്ടും. കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്കോ ജപസാധനകൾക്കോ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. സുഖാഡംബരമായിട്ടുള്ള വസ്തുവകകളൊക്കെ വാങ്ങിച്ചെലുത്താനുള്ളതായിട്ടുള്ള സാധ്യതകളും ക്രമേണ നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യങ്ങളും വസ്ത്രാഭരണ സിദ്ധിയും പ്രവൃത്തി മണ്ഡലത്തിൽ വിജയങ്ങളും നേരത്തെയുള്ള എന്തെങ്കിലും പരാജയങ്ങളോ അതുപോലെ തന്നെ അപവാദങ്ങളോ ദുഷ്കീർത്തികളോ ഒക്കെ കർമ്മരംഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനുള്ളതായിട്ടുള്ള കാര്യങ്ങളോ നമുക്കുണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. സന്താന കാര്യങ്ങൾക്കല്പം ദോഷം നേരിടാനോ സന്താനങ്ങളെക്കുറിച്ച് ചില മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനോ ഒക്കെ സാധ്യത പറയുന്നുണ്ട്. അതല്പം ശ്രദ്ധിക്കാനുണ്ട്. പൊതുരംഗത്ത് ഇടപെടുന്നത് അത്രയ്ക്ക് നല്ലതല്ല. മതകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് ജപം, അനുഷ്ഠാനം, ക്ഷേത്രദർശനം, ധർമ്മകാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അവിവേകം മൂലമോ നമ്മുടെ വാക്കുകൾ മുഖാന്തരവും എന്തെങ്കിലും ചെറിയ തിരിച്ചടികളോ ചില നെഗറ്റിവിറ്റി നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. നല്ല അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധയും കരുതലോടുകൂടി സംസാരങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. സമയത്തിന് ഭക്ഷണകാര്യങ്ങളെല്ലാം കഴിക്കണം. ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങളോ അല്പം ഉറക്കക്കുറവുകളോ കണ്ണിന് ദീനങ്ങളോ ഒക്കെ വരാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്.
അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് ഈ മാസം ഗുണകരമായിട്ടൊരു മാസമായിരിക്കുമെന്നാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുന്ന ഗുണങ്ങൾ. അപ്പോൾ പൊതുവേ എല്ലാവരും അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പലരും നേരിൽ വരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം എല്ലാവർക്കും എത്തിച്ചേരാവുന്നതാണ്. ഇപ്പോൾ നല്ല പ്രാർത്ഥനകളും ശനിദോഷ പരിഹാരങ്ങളും ഇടവൻ രാശിക്കാർ നടത്തുന്നുള്ളതാണ്. വ്യാഴമാറ്റം നമുക്ക് ഏറെക്കുറെ ഒരു ഗുണകരമായിട്ട് തന്നെയാണ്. ജന്മവ്യാഴം എന്നുള്ള വ്യാഴമ്പഴയാണെങ്കിലും ഏറെക്കുറെ നമുക്കൊരു ദൈവാധീനമുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് വ്യാഴമാറ്റത്തെ കണക്കാക്കാം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയില്ല. എല്ലാം വളരെ പോസിറ്റീവ് ആവും എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇടവൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. മകീരത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ചില നഷ്ടകഷ്ടങ്ങൾക്ക് സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ഊഹക്കച്ചവടങ്ങളിൽ ചെറിയ പരാജയങ്ങൾ നേരിടാം. മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് എടുത്തുചാട്ടം മൂലമോ ആലോചിക്കാതെയോ നമ്മൾ കാര്യങ്ങളിലൊക്കെ നിക്ഷേപിച്ച് അത് നഷ്ടപ്പെടുന്നതായിട്ടൊരു സ്ഥിതിവിശേഷം ഈ മാസം ഉണ്ടാവും എന്ന് പറയുന്നു. ചെറിയ കാര്യപരാജയങ്ങൾ നേരിടാം. കാര്യങ്ങൾ കൈകൂടി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ നമുക്കുണ്ടാവും. അത് വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ചില ദുഃഖങ്ങൾ നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ഈ മാസം വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ചിലർക്ക് ചില വ്യവഹാരങ്ങൾ നേരിടും എന്നാണ് പറയുന്നത്. പെട്ടെന്ന് നമ്മളൊരു കാര്യത്തിലേക്ക് ഏർപ്പെട്ട് ഇറങ്ങി അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് ധനം അതങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് സാഹചര്യം വരികയും പിന്നീട് നമുക്കത് ആ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാകാതെ വരുന്നതുകൊണ്ട് പണം തിരിച്ചു കിട്ടാതെ നമുക്ക് ബുദ്ധിമുട്ടുന്ന അവസ്ഥകളും, അതേപോലെ മറ്റെന്തെങ്കിലും വ്യവഹാരങ്ങളോ രേഖകൾ സംബന്ധിക്കുന്ന ചെറിയ പ്രശ്നങ്ങളോ ഡോക്യുമെൻറ്റേഷനുള്ള കാര്യങ്ങളിലോ വേറെ എന്തെങ്കിലും എഗ്രിമെൻറ്റോ കാര്യങ്ങളിലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഈ മാസം സൂചിപ്പിക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ തൊഴിലിൽ ചെറിയ ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങൾ നേരിടാം. ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത പറയുന്നുണ്ട് ഈ മാസം. എന്നിട്ട് പുതിയ തൊഴിൽ മേഖല തേടുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ക്രമേണ നമുക്ക് ഈ ഒരു മാസം പകുതിക്ക് ശേഷം ജൂൺ മാസം പകുതിക്ക് ശേഷം ചില വ്യക്തികൾക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. അപവാദങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ശത്രുക്കൾ മുഖാന്തരം ഉപദ്രവങ്ങൾ ഉണ്ടാവാം. ദൂരദേശയാത്രകൾ പറയുന്നു. അനാവശ്യ ചെലവുകൾ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അത്യാർഭാടങ്ങളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകം എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ധനം വിനിയോഗിക്കുന്ന പക്ഷം വളരെയധികം ശ്രദ്ധിച്ച് അതിന് പറ്റിയിട്ടുള്ള സമയ സാഹചര്യങ്ങളാണോ ജാതകവശാൽ നടക്കുന്നത്, ദശാവഹാര ചിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ പൊതുവേ നമുക്ക് ക്രമേണ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാവും. കർമ്മരംഗത്ത് അഭിവൃദ്ധിയൊക്കെ വരാനും സാധ്യത നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ ധർമ്മകാര്യ പ്രവർത്തനങ്ങളോ അതുപോലെ തന്നെ ക്ഷേത്രീയമായിട്ട് കാര്യങ്ങളോ ദൂരദേശ യാത്രകളോ ആത്മീയ യാത്രകളോ തീർത്ഥാടനങ്ങളോ ടൂർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. കുടുംബത്തിൽ ചെറിയ കലഹങ്ങളോ വാദപ്രതിവാദങ്ങളോ വരാം. അതുപോലെ പുതിയ പ്രവൃത്തി മണ്ഡലവുമായിട്ട് നമ്മൾ ഇഴുകിച്ചേർന്ന് പോകാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതേപോലെ മറ്റ് കൂട്ടുകെട്ടുകളിൽ നിന്നോ ഈ മോശപ്പെട്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നോ നമ്മൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള കാര്യം അത്യാവശ്യമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ ബന്ധുക്കൾ മുഖാന്തരം ചെറിയ മനക്ലേശങ്ങളോ ഭൂമി തർക്കങ്ങളോ പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ വിഷമതകളോ ഒക്കെ ഈ മാസം കടന്നു പോകാം. അതേപോലെ ഈ ഗൃഹത്തിൽ ചില സുഖക്കുറവുകളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് ഭൂമി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാവേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങൾ, കടബാധ്യതകൾക്ക് തീർക്കാൻ വേണ്ടി അത്തരം ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങാനുള്ളതായിട്ട് സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു മനസ്സിനൊരു നമുക്കൊരു അശാന്തി, എവിടെ ഒരു ഇൻസെക്യൂർ ഫീലൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ഈശ്വര്യമായിട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. നല്ല പ്രാർത്ഥനകൾ വേണം. വ്യാഴം 12ലേക്ക് സഞ്ചരിച്ച സമയമാണ്. 10ൽ രാഹുവൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാലദോഷങ്ങളുണ്ട്. അത് പ്രവൃത്തി മണ്ഡലത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെയാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അതുകൊണ്ട് അതൊക്കെ ബാലൻസ് ചെയ്യപ്പെടാനായിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വഴിപാടുകൾ മഹാവിഷ്ണു പ്രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതേപോലെ രാഹുകേതു ദോഷ നിവൃത്തിക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കണം.
കുടുംബ പരദേവതയെ ആരാധിക്കണം. ദൂരെ ഉള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യാനായിക്കൊണ്ട് നമ്മൾ തയ്യാറാവണം. ധർമ്മകാര്യങ്ങൾ യഥാശക്തി നമ്മൾ ചെയ്തു പോകണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അവരവരുടെ ജാതകങ്ങൾ കൂടി പരിശോധിക്കുക. അതിൽ പറയുന്ന ചില നിർദ്ദേശങ്ങളോട് നമ്മൾ ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ട് വിവരങ്ങൾ. അപ്പോൾ ജാതകവശാൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും റീഡിങ്ങോ മറ്റു കാര്യങ്ങളോ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ മാസം കാത്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെന്ന് കാണാം. പുണർദത്തിൻ്റെ കാൽഭാഗവും പൂയും ആയില്യം അടങ്ങുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ സ്ഥാനമാന ലാഭങ്ങൾ വരും എന്നാണ് പറയുന്നത്. അർഹിക്കുന്ന ഒരു സ്ഥാനം നമ്മളെ തേടിയെത്തും. ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. ദേഹാരിഷ്ടതകൾ നീങ്ങിക്കിട്ടും. നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ, കഴിഞ്ഞ കാലത്ത് വളരെ അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്ന പ്രവൃത്തി മണ്ഡലങ്ങളൊക്കെ ഒരുവിധം നമുക്ക് ക്ലിയറായി വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും, ചില അതിർത്തികൾ നമ്മൾ കണക്കാക്കേണ്ടതില്ല. എല്ലാം നമുക്ക് 100% നമുക്ക് നടന്നു പോകണമെന്നില്ല. കാരണം അഷ്ടമശനി കൂടെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് 100% നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവും എന്ന് നമുക്ക് പറയാൻ വയ്യ. കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. എങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പുതിയ സാഹചര്യങ്ങൾ നമ്മളെ തേടിയെത്തും എന്നുള്ളതും അതുമായിട്ട് നമ്മൾ ഇഴുകിച്ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുന്ന പക്ഷം ക്രമേണ നമുക്ക് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതും, അതുമുഖാന്തരം സാമ്പത്തിക ലാഭങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു നേട്ടങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. വാചാലതകൾ വർദ്ധിക്കുമെന്നാണ്. പല കാര്യങ്ങളും നമ്മൾ ചൂണ്ടിക്കാണെങ്കിൽ അല്പം ശ്രദ്ധിക്കാനും കൂടി പറയുന്നുണ്ട്. പല വിധത്തിലുള്ള ധനം നമുക്ക് കൈവശം വരാനുള്ള സാധ്യതകളും, ആഗ്രഹസിദ്ധി, ധനലാഭം, അതുപോലെ തന്നെ നല്ല കീർത്തി, ദൂരദേശ യാത്രകൾ ഒക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഈ അശനശയന സൗഖ്യം എന്നൊക്കെ പറയും. അപ്പോൾ നല്ല ഭക്ഷണയോഗം, നല്ല ഇഷ്ടകാര്യസിദ്ധി, ദാമ്പത്യ സൗഖ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ബന്ധുക്കൾ മുഖാന്തരമുള്ള ഗുണങ്ങൾ നമുക്ക് വന്നു ചേരും. പൊതുവേ ഈ അഷ്ടമശനി കാലങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് നമ്മളല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവിഷയങ്ങൾ നമ്മൾ ഇടപെടുന്നത് നല്ലതല്ല. സ്വജനങ്ങൾ ചില വിയോഗങ്ങൾ മനസ്സിന് ദുഃഖമുണ്ടാക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യതടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് നമുക്ക് ദോഷമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഗുരുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പിതൃക്കൾക്കൊക്കെ, അച്ഛൻ അങ്ങനെയുള്ളതായിട്ട് സ്ഥാനത്തുള്ളവർക്ക് ചെറിയ ദോഷങ്ങളൊക്കെ സംഭവിക്കാം. ഗുരുദ്വേഷങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുജനങ്ങളെ മതിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ധർമ്മകാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കാത്ത ചില സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ചിലത് കൈവിട്ടു പോകുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളോ ഉണ്ടാവാം. അത്തരം സന്ദർഭങ്ങൾ വരാതിരിക്കാൻ നല്ലവണ്ണം നമ്മൾ ഗണേശമന്ത്രം നല്ലവണ്ണം ജപിച്ച് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. സഹോദരങ്ങൾക്ക് നേട്ടമുള്ള ഒരു കാലഘട്ടമാണ്. ആത്മധൈര്യം വർദ്ധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടും, വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉന്നതിയും അതുപോലെ തന്നെ ഉപരിപഠനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ല കാലവുമായിരിക്കും ഈ മാസം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. എന്തെങ്കിലും ജാതകവശാലുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിക്കൊണ്ട് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അഷ്ടമശനി ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുക. ജാതകവശാലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ പറയുന്ന വിശദാംശങ്ങൾ കൂടെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് കർക്കിടകൻ രാശിക്കാർക്ക് നമുക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. മകവും പൂരും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കുമ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കാര്യസിദ്ധിയുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ ദേഹാരിഷ്ടതകൾ അല്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, സന്ധിവേദനകൾ, അകാരണമായിട്ടുള്ള ക്ഷീണം, ഒരു നാഡീബലക്കുറവ്, ഇതൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. സ്ത്രീജനങ്ങളാണെന്തെങ്കിലും സന്ധിവേദനകളും മൂത്രാശയ രോഗങ്ങളും, ഇടുപ്പ് അരക്കെട്ട് ഭാഗങ്ങളിലേക്ക് എന്തെങ്കിലും ചെറിയ ദോഷങ്ങളോ ചില വാതജന്യമായിട്ടുള്ള അസുഖങ്ങളോ ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും.
കുടുംബത്തിന് പുറത്തുള്ള ചില വ്യക്തികൾക്ക് ചില മരണഭയങ്ങൾ കടന്നു പോകാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഈ വിവാദങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവായി നിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലവർക്ക് ചില മാനഹാനികൾ നേരിടാനുള്ള സാധ്യത പറയുന്നു, ചില അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധകൾ, ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണമെന്ന് പറയുന്നു. അതിലെന്തെങ്കിലും നഷ്ടങ്ങളോ പരാജയങ്ങളോ ഒക്കെ വരാം. എങ്കിലും ശത്രുക്കൾ വിജയം കൈവരിക്കാൻ സാധിക്കും. പൊതുവെയുള്ള നമുക്കൊരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മരംഗത്താണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഇനിയുള്ള കാലഘട്ടം. തൊഴിൽ ചെറിയ ബുദ്ധിമുട്ടുകളും, ചിലവർക്ക് സ്ഥാനഭ്രംശങ്ങളും, ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മരംഗത്ത് ചെറിയ വിഷമതകളോ മനക്ലേശങ്ങളോ അത് മുഖാന്തരം നമുക്ക് തൊഴിൽ മാറേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു പ്രഷർ വരും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. നല്ല ക്ഷമശീലം വരുത്തേണ്ടതുണ്ട്. കലഹങ്ങളിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കുക. മാനഹാനികൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർബന്ധിതമായിട്ടുള്ള ചിലവർക്ക് ചില ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇഷ്ടപ്പെടാത്ത ചില സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകൾ വരും കാലഘട്ടങ്ങൾ ഉണ്ടാവും. അത് സൂക്ഷിക്കണം. എല്ലാത്തിനും നല്ലവണ്ണം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം കണ്ടകശനിക്ക് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ ദൂരദേശ യാത്രകൾ, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. കൂട്ടുകച്ചവടത്തിൽ പരാജയം സംഭവിക്കും. ദാമ്പത്യ കലഹങ്ങൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വളരെയധികം ക്ലേശകരമായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ചിലർക്ക് വിയോഗങ്ങളോ ഒക്കെ സംഭവിക്കാം. ചിലർക്ക് വ്യവഹാരങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധയും കരുതലോടിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് ചിങ്ങൻ രാശിക്കാർക്ക് പറയുന്നു. രോഗാദിനർത്ഥങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ പല പ്രതിസന്ധികളും, പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളിലെ ചെറിയ പ്രതിസന്ധികളൊക്കെ നേരിടാം. പഠിതാക്കൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഉപരിപഠനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല സമയം തന്നെയാണെങ്കിലും പഠിപ്പിൽ വളരെയധികം ഒരു അലസത, മടി മുതലായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. വ്യാഴംപിഴ വന്നു, കണ്ടകശനി ദോഷങ്ങളാണ്, അഷ്ടമരാഹു എന്നീ ദോഷങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. യാത്രയിൽ അപകടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള വീഴ്ച കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. എവിടെയും നമ്മൾ വാദപ്രതിവാദങ്ങൾക്കും കലഹങ്ങൾക്കും നിൽക്കാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നൊരു സൂചന തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജാതകം പരിശോധിക്കുക. അതിൽ ദോഷപരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. ആവശ്യമുള്ളവർക്ക് നമുക്ക് ജാതക പരിശോധനയ്ക്കായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. നല്ലവണ്ണം പ്രാർത്ഥിക്കുക, ഭഗവത് പ്രീതി വരുത്തുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി മടങ്ങുന്ന കന്യരാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് പരിശോധിക്കുമ്പോൾ, ചിലർക്ക് പെട്ടെന്നുള്ള ചില ആപത്തുകൾ തരണം ചെയ്ത് പോവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ആരോഗ്യകാര്യത്തിൽ കന്യരാശിക്കാർ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം തന്നെയാണ്. വ്യാഴമായിട്ട് നമുക്ക് ഏറെക്കുറെ ഗുണം ചെയ്യുമെങ്കിലും രാഹുകേതുക്കളുടെ ദോഷങ്ങളും ഒക്കെ ദോഷകരമായിട്ട് കടന്നു പോകുന്നത് കൊണ്ട് ദേഹാരിഷ്ടതകൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടതുണ്ട്. ആവശ്യമുള്ള പക്ഷം ചികിത്സാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം. വ്യായാമങ്ങൾ പരിശീലിക്കണം. മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങൾ, ജപസാധനങ്ങൾ നല്ലവണ്ണം ചെയ്യണം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കലഹങ്ങൾ ഈ മാസം കടന്നു പോകും. ചിലർക്ക് വിരഹങ്ങൾ വരാം. ചെറിയ അപവാദങ്ങളോ പ്രശ്നങ്ങളോ മനക്ലേശങ്ങളോ കടന്നു പോകാൻ സാധ്യത കൂടുതലാണ്. യാത്രാക്ലേശം ധാരാളം വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദൂരദേശ യാത്രകൾ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലത്ത് മുടങ്ങിയ പല കാര്യങ്ങളും നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ചില സ്ഥിതിവിശേഷം ഉണ്ടാവും. ഗുരുക്കന്മാരുടെ സപ്പോർട്ടുകൾ, പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളിലെ ഗുണങ്ങൾ ഇതൊക്കെ വന്നു ചേരാനും, ധർമ്മകാര്യ പ്രവർത്തനങ്ങളും ചാരിറ്റികളും സാമൂഹ്യ സേവന രംഗത്തൊക്കെ വളരെയധികം ഉന്നതിയും അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ട് സാഹചര്യങ്ങളും, ദേശ സഞ്ചാരങ്ങൾ, ദൂരദേശ യാത്രകളൊക്കെ വരാം. ദൂരെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ, ടൂർ പ്രോഗ്രാമൊക്കെ ആവാം. മഹാക്ഷേത്ര ദർശനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. എങ്കിലും ക്രമേണ നമുക്ക് രോഗാദിനർത്ഥങ്ങൾക്ക് ഒരു ശാന്തി വരും. ശത്രുക്കളിൽ ജയമുണ്ടാവും. കടബാധ്യതകൾ തീർക്കാനുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളും. നമുക്ക് പലതും ചെയ്യാനുള്ളതായിട്ടൊരു ഉന്മേഷം, ഉണർവ് ഇതൊക്കെ നമുക്ക് വന്നു ചേരും. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനെ കൊണ്ട് സാധിക്കും. സാമ്പത്തികപരമായിട്ട് നമുക്ക് ഉയർച്ചയുള്ള ഒരു മാസം തന്നെയാണ്. അതുപോലെ തന്നെ അത് ചെലവിലേക്ക് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രവൃത്തി മണ്ഡലത്തിൽ അധിക ചുമതലകൾ നമുക്ക് വഹിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നു. ഇപ്പം റിസ്ക് ഉണ്ടെങ്കിലും കൂടുതൽ
നമുക്ക് ജോലിഭാരം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് എന്തെങ്കിലും രേഖകൾ ശരിയാക്കേണ്ടതായിട്ടുള്ളൂ, ഡോക്യുമെൻറ്റേഷൻ്റെ എന്തെങ്കിലും പ്രോസസ്സുകൾ, ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ ജോലിപരമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടേതായിട്ട് ഡോക്യുമെൻറ്റ്സ് ശരിയാക്കേണ്ടതായിട്ട് ചില കാര്യങ്ങൾ ഈ സമയത്ത് വരും. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോകുന്നതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം എല്ലാം ചെയ്തു പോകുന്നതും നല്ലതാണ്. ചില ഇടപാടുകൾ നടത്തിയത് ചില പരാജയങ്ങൾ വരും, അത് സൂക്ഷിക്കണം. ക്രയവിക്രയങ്ങൾ ക്ഷമിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിക്ഷേപിച്ച് അത് നഷ്ടപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അവരുടെ ജാതകങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കുക. കാലദോഷ നിവൃത്തിക്കുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ജാതകവശാലുള്ള ഫലങ്ങൾക്ക് അറിയാൻ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും പരിശ്രമങ്ങൾ വിജയിക്കത്തക്ക തരത്തിൽ ഭഗവത് പ്രീതി ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് ഈ മാസം നമുക്ക് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കന്യരാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ചിത്രയരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പലവിധത്തിലുള്ള ദേഹപീഡകൾ ഉണ്ടാവുമെന്നാണ്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീജനങ്ങളുമായിട്ട് എന്തെങ്കിലും ചില വെറുപ്പുകളൊക്കെ സമ്പാദിക്കാം. സ്ത്രീകളാണെങ്കിൽ അത് മറ്റ് ആണുങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മേലുദ്യോഗസ്ഥന്മാരുമായിട്ടൊരു മതിയിൽ പോകണം. അധികാരികളുമായിട്ടുള്ള അതൃപ്തി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം. എങ്കിലും സാമ്പത്തിക ലാഭങ്ങളൊക്കെ നമുക്ക് വരും എന്നുള്ളതും ശത്രുക്കളുടെ ദോഷങ്ങളൊക്കെ തീരും എന്നുള്ളതും പ്രവൃത്തിമണ്ഡലത്തിൽ വിജയങ്ങളും പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും നമുക്ക് വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. കാര്യവിജയങ്ങളും അതുപോലെ തന്നെ മനസ്സുഖങ്ങളും ഒക്കെ ക്രമേണ നമുക്ക് വന്നു ചേരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വസ്ത്രാഭരണാദികളൊക്കെ വാങ്ങിച്ചേർത്താനുള്ള ഒരു സാഹചര്യമായിട്ടും അതുപോലെ എന്തെങ്കിലും വസ്തുവകകളോ ഗൃഹം വാങ്ങിക്കലോ മൂട് പിടിപ്പിക്കലോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കാനുള്ളതായിട്ട് സാധ്യതകളും മനസ്സുഖം ദേഹസുഖം ക്രമേണ നമുക്ക് വന്നു ചേരുകയും പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്ക് സാമർഥ്യം കൈവരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാനും അതിലൂടെ നമുക്ക് ഗുണങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് ഈ കടം കൊടുക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടങ്ങൾ വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടായിരിക്കും. ചിലതിലൂടെ ചില വിശ്വാസ വഞ്ചനകളോ കടന്നു പോവാം. അപ്പോൾ എല്ലാം രേഖാമൂലം കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കുന്നതോ മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാം അത് നിയമാനുസൃതം തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റ് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു കിട്ടും. എല്ലാം മധ്യസ്ഥ ചർച്ചകളിലൂടെ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ പറയുന്നു. വിവാഹമംഗളക്രമങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉന്നതി ലഭിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ദൂരദേശ യാത്രകൾ വരാം. കുടുംബത്തിൽ ചില മുതിർന്ന വ്യക്തികൾക്ക് ചില ദോഷങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അത് മുഖാന്തരം ചെറിയ ചിലവുകൾ ഈ മാസം വന്നുകൂടായികയില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അല്പമായിട്ടുള്ള ചിലവരും ചില സമയത്ത് വളരെയധികം ധനം കൈവരുകയും ചില സമയത്ത് തീരെ വരാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാവും. അപ്പോൾ നല്ല വ്യാഴമ്പഴ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനായി കൊണ്ട് ശ്രമിക്കണം. സന്താനങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു വിഷമങ്ങൾ ഉണ്ടാവും ഈ മാസങ്ങൾ, അത് ശ്രദ്ധിക്കുക. എങ്കിലും നമ്മൾ ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനോ ക്രയവിക്രയം നടത്താനോ അല്ലെങ്കിൽ കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കാനുള്ള ഒരു ശ്രമം ആദ്യം നടത്തണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദൂരദേശ യാത്രകളൊക്കെ നമുക്ക് ഗുണം ചെയ്യും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സമയം തന്നെയായിട്ട് കാണുന്നുണ്ട്. ഈ അബദ്ധങ്ങളിലേക്കോ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില വാസനകൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസിയൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊന്നും നമുക്ക് ശ്രദ്ധ പതിക്കാതെ അത് മുന്നോട്ട് പോവുക, പ്രാർത്ഥനകൾ ചെയ്യുക, അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ദിശാപഹാര ചിത്രങ്ങളെ കണക്കാക്കി മുന്നോട്ട് പോകണം. കാരണം വ്യാഴമഴയൊക്കെ നടക്കുകയാണ്, രാഹുഗീതക്കുള്ള ദോഷങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ജാതകവശാലുള്ള കൂടുതൽ ഡീറ്റെയിൽ വല്ലതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നേരിൽ വരാവുന്ന നേർക്ക് വരാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് തുലാം രാശിക്കാർക്ക് ഈ മാസം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ.
വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളത് പരിശോധിക്കുമ്പോൾ ദൂരദേശ യാത്രകൾ വരാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങളോ സന്ധിവേദനകളോ കണ്ണിന് എന്തെങ്കിലും ചികിത്സാ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളോ മാനസികമായിട്ട് വളരെയധികം നമുക്ക് ചില ക്ലേശങ്ങളൊക്കെ നേരിടേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ചില കാര്യങ്ങൾ തടസ്സങ്ങൾ നേരിടാം. അല്പം വൈകി നടക്കുന്ന പോലെ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും ക്രമേണ നമുക്ക് നടന്നു കിട്ടും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. വളരെയധികം നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അത് കൂടെയുള്ളവർക്ക് കൂടി വളരെയധികം മനക്ലേശങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കുടുംബത്തിൽ കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ഈ വിവാഹമംഗളക്രമങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. നല്ല രീതിയിലുള്ള വിവാഹമംഗളക്രമ ആലോചനകൾ വരാം. തീർച്ചയായിട്ടും നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണുന്നു. നിലവിൽ ദാമ്പത്യ ജീവിതമുള്ളവർക്ക് വലിയ ക്ലേശങ്ങൾ വരാനുള്ള സാധ്യതയില്ല. അതുപോലെ വ്യവസായ രംഗത്ത് അഭിവൃദ്ധി, സാമ്പത്തിക ലാഭങ്ങൾ, എല്ലാ മേഖലയിലും നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള വളർച്ചകൾ കൈവരിക്കാൻ സാധിക്കും. കാർഷിക രംഗത്തും ശോഭിക്കും. ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കേണ്ടതായിട്ട് സാഹചര്യം വരും. ഗൃഹം വാങ്ങിക്കലോ കൊടുക്കലോ ഗൃഹനിർമ്മാണങ്ങൾ ചെയ്യലോ വസ്തു ക്രയവിക്രയങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എല്ലാം രേഖാമൂലം ശരിയാക്കണം. അത് ചില തർക്കങ്ങളോ കൂട്ടങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗൃഹത്തിന് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ, സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം, അതുപോലെ ജോലി രംഗത്തൊക്കെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര നല്ല ജോലികൾ, ചിലർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകളൊക്കെ കിട്ടാൻ സാധ്യതകൾ, പ്രൊമോഷനൊക്കെ വരാൻ തീരാനുള്ള സാധ്യതകൾ അതൊക്കെ ഉണ്ടാവുമെന്ന് കാണുന്നു. അതുപോലെ മനഃശാഞ്ചല്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഒരു തീരുമാനത്തിൽ ഉറച്ച കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ചകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്, ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. കുടുംബത്തിൽ പുറത്തുള്ളതായിട്ടുള്ള ഗുരുജനങ്ങൾക്ക് ചെറിയ മരണഭയങ്ങളൊക്കെ നേരിടാം, ശ്രദ്ധിക്കുക. എങ്കിലും പൊതുവെയുള്ള എല്ലാ അഭിവൃദ്ധിയും ധനാഗമങ്ങളും പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല പേരും തൊഴിലിൽ വിജയം കൈവരിക്കാൻ പറ്റുന്ന കാലഘട്ടങ്ങളും കീർത്തിയും സ്ഥാനലബ്ധിയും അധികാരലബ്ധിയും ദാമ്പത്യ സൗഖ്യങ്ങളും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് സമയമാണ്. ഉപരിപഠനങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രമിക്കുന്നവർക്ക് അതൊക്കെ വളരെയധികം നന്നാവാനും എല്ലാത്തിനും ദൈവാനുഗ്രഹമുള്ള ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കണ്ടകശില നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ കരുതലും എല്ലാ കാര്യങ്ങളിലും വേണം. അവരവരുടെ ജാതകം എല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോവുക. മനസ്സിൽ അശാന്തി വരുത്താതെ കൂടുതൽ ജപസാധനങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും നമ്മൾ കടക്കുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി വളരെ പോസിറ്റീവായിട്ടിരിക്കേണ്ട അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ചില സാഹചര്യങ്ങൾ നമ്മൾ മാറ്റിമറിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. നിലവിൽ നമ്മൾ ശീലിച്ച കാര്യങ്ങളോ അത് പാലിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തു പോവുക. അങ്ങനെ എല്ലാ കാലം ഉദ്ദേശിക്കുന്നതിലെല്ലാം ഉടച്ച് വാർക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും. അത് എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ജാതകശാല കൂടിയൊക്കെ പരിശോധിക്കുക. ജാതകശാൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേരിൽ വരാവുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം തീർച്ചയായിട്ടും വന്നു ചേരാം. ഭഗവത് പ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. മൂലവും പൂരാടും ഉത്തരാടത്തിൻ്റെ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദേഹാരിഷ്ടതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. പെട്ടെന്നുള്ള വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ മനക്ലേശങ്ങളോ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. ശത്രുക്കൾ മുഖാന്തരം ചില ഉപദ്രവങ്ങളോ ധനനഷ്ടങ്ങളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത, ചിലർക്ക് ചില മാനഹാനികൾ നേരിടും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. എങ്കിലും ദുഃഖങ്ങൾക്ക് ഒരു ശാന്തി വരാനും പലതരം സുഖങ്ങൾക്ക് വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിയുള്ള മാസം തന്നെയാണ്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അതിലെന്തെങ്കിലും തർക്കങ്ങളോ കൂട്ടങ്ങളോ വരാതെ ശ്രദ്ധിക്കണം. ചിലർക്ക് അത് മുഖാന്തരം ചില വ്യവഹാരങ്ങളൊക്കെ നേരിടാം. ചിലർക്ക് നിയമപ്രശ്നങ്ങൾ നേരിടാം. അത് സാക്ഷി പറയാനെങ്കിലും കോടതി കയറേണ്ട സമയങ്ങളും
ഒക്കെയാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. സഹോദരങ്ങളെ കൊണ്ട് ഗുണം, പലവിധമായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത പല സഹായങ്ങൾ പല മേഖലയും നമ്മളെ തേടിയെത്തും. പ്രവൃത്തികൾക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാനായി കൊണ്ട് സാധിക്കും. ഒരു സന്താന സൗഭാഗ്യമുള്ള മാസമായിട്ട് കാണുന്നു. ഉന്നത സ്ഥാനലബ്ധി, അധികാരലബ്ധി, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളും. രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. സമയത്തിന് ഭക്ഷണങ്ങളും വ്യായാമങ്ങളും ഒക്കെ വേണം. പെട്ടെന്നുള്ള എന്തെങ്കിലും ചികിത്സാ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചികിത്സിക്കണം. അതേപോലെ മനസ്സിന് ചില ദുഃഖങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചില അനുഭവങ്ങൾ നമ്മൾ മുമ്പിൽ കാണും. അപ്പോൾ നമുക്കത് മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ചാരിറ്റി ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നൽകേണ്ടതായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലത്തെ എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോവുക. കാര്യതടസ്സങ്ങൾ ഒഴിവാക്കാനെ കൊണ്ട് പ്രാർത്ഥനകൾ നടത്തണം. ശത്രുക്കൾ അല്പം തലപൊക്കും എന്നുള്ള സൂചന തരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ചോരഭയം, അപ്പം എന്തെങ്കിലുമൊക്കെ കള്ളന്മാരുടെ ഭയം, മോഷണങ്ങളൊക്കെ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കയ്യിൽ വെച്ച് പോകുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ മാറിക്കിട്ടും. ക്രമേണ നമുക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല അനുകൂലമായിട്ട് സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ വളരെയധികം നന്നാവാനും ദൂരദേശയാത്രകളൊക്കെ വരാനും സാധ്യതയുണ്ട്. മാതാവിന് ക്ലേശം ഉണ്ടാവും. ആരോഗ്യസ്ഥിതി കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനയാത്രയിൽ ചെറിയ അപകടങ്ങൾ ഈ മാസം പറയുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. വാഹന നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ചിലർക്ക് ഗൃഹം മാറി പുതിയ ഭവനത്തിലേക്ക് താമസം മാറ്റുകയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു സ്ഥലം മാറ്റമോ ഗൃഹം മാറ്റമോ ഒക്കെ ഈ മാസം പറയുന്നുണ്ട്. ഭൂമി തർക്കങ്ങൾ വരാതെയും വ്യവഹാരങ്ങൾ വരാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. തൊഴിൽ മേഖലയിൽ കൂടുതൽ മനസ്സ് വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരേണ്ട ഒരു സമയമാണ്. അക്കാരണമായിട്ടൊരു ഭയം നമ്മുടെ ഉള്ളിൽ നിഴലിക്കും. അത് ശ്രദ്ധിക്കുക. ജപസാധനങ്ങൾ ചെയ്ത് മാറ്റിയെടുക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ഈ പൊതുരംഗത്ത് നമ്മൾ ഇറങ്ങുന്നതോ അതുപോലെ തന്നെ മത്സരങ്ങളിൽ നമുക്ക് നിൽക്കുന്നതോ അത്രയ്ക്ക് നല്ലതല്ല. അതൊക്കെ പരാജയങ്ങൾക്ക് നേരിടാനുള്ള സാധ്യതകളാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ ചില കാര്യങ്ങൾക്ക് ഡിലേ ഉണ്ടാവും. പ്രവർത്തിച്ച് സമയത്തിനാവുന്നില്ല എന്നുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരോടൊരു ജാതകങ്ങൾ കൂടി പരിശോധിക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം. പരിഹാരങ്ങളൊക്കെ വേണ്ടത് ചെയ്യണം. വ്യാഴമ്പഴയൊക്കെ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ജാതവശാൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷം ചിലപ്പോൾ ഉണ്ടാവാം. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലവർക്ക് ചില ഗ്രഹമാറ്റങ്ങളൊക്കെ സംഭവിക്കുമെന്ന്, സ്ഥലം മാറ്റം ഗൃഹം മാറ്റമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വിട്ടൊഴിയും. ശത്രുതയൊക്കെ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുള്ള മാസം തന്നെയാണ്. തക്കതായിട്ട് ചിലവുകൾ നമുക്ക് ധാരാളം വരാം. കൂടപ്പുറപ്പുകളെ കൊണ്ട് നമുക്ക് ഗുണങ്ങളോ പ്രതീക്ഷിക്കാത്ത ചില സഹായികൾ മുഖാന്തരം ചില ഗുണങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ കൂടപ്പുറപ്പുകൾക്ക് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വരും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പലവിധത്തിലുള്ളതായിട്ട് സഹായ സഹകരണങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ നേരിടും എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. വിവാഹമംഗളകർമ്മങ്ങൾക്ക് അല്പം വൈകാനുള്ള സാധ്യതയാണ് ഈ മാസം പറയുന്നത്. എങ്കിലും നമുക്ക് പൊതുവെയുള്ള പേരിനോ പ്രശസ്തിക്കോ അധികാരങ്ങൾക്കോ വലിയ ദോഷങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നില്ല. ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. ധനലാഭമുള്ള മാസമാണ്. സന്താന പ്രീതിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നു. മനക്ലേശങ്ങൾ ഒഴിയും. സന്തോഷപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഗൃഹത്തിലുണ്ടാവും. ഈ മാസത്തിൻ്റെ അവസാന കാലഘട്ടം ചില ധനനഷ്ടങ്ങൾ സംഭവിക്കാം എന്ന് പ്രത്യേകിച്ച് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. ചിലർക്ക് എന്തെങ്കിലും നഷ്ടങ്ങളോ എന്തെങ്കിലും ഈ തസ്കര ഭയങ്ങൾ, മോഷണം പോവുക എന്നതായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാം നിയമാനുസൃതം ചെയ്തു പോകണം. അശ്രദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെയും ഇവിടെയും വിട്ട് മുന്നോട്ട് പോകരുത്, ശ്രദ്ധിക്കുക. അല്പം യാത്രാക്ലേശങ്ങൾ വരാം എന്ന് പറയുന്നത്. ദൂരദേശ യാത്രകൾ വേണ്ടി വരും. ദൂരെയുള്ള ക്ഷേത്ര ദർശനങ്ങളോ മഹാക്ഷേത്ര ദർശനങ്ങളോ തീർത്ഥാടനങ്ങളോ ഒക്കെ പ്ലാൻ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പെട്ടെന്നുള്ള എന്തെങ്കിലും വർത്തമാനങ്ങളെ കൊണ്ട് ചെറിയ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാം. അത് ശ്രദ്ധിക്കുക.
കുടുംബത്തിൽ സൗഖ്യം സമാധാനമൊക്കെ ക്രമേണ നമുക്ക് വന്നു ചേരും. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പ്രവൃത്തി മണ്ഡലത്തിൽ അധികാരങ്ങളൊക്കെ നമുക്ക് തേടിയെത്തും. ഈ പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനമുണ്ടാവും. പെട്ടെന്ന് കുടുംബത്തിൽ ചില മാറിയിരിക്കേണ്ടതായിട്ട് ചില സാഹചര്യങ്ങൾ നമുക്ക് ചിലവർക്ക് വരാം. അല്ലെങ്കിൽ ദൂരെ നിന്നുള്ളവർക്ക് കുടുംബത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. കുടുംബത്തിൽ വന്നു ചേരുന്ന രീതി, തറവാട്ടിലൊക്കെ വന്നു ചേരുന്നതായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ടാവും. ഗുരുകാരണവന്മാർക്ക് എന്തെങ്കിലും ദോഷങ്ങളോ എന്തെങ്കിലും പിതാവിനൊക്കെ എന്തെങ്കിലും അരിഷ്ടതകളൊക്കെ കടന്നു പോകാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മൾ മതകാര്യങ്ങളിൽ ഇടപെടണം. ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ കൂടുതൽ ഉപാസനാ കാര്യങ്ങളിലേക്ക് കുറിച്ച് ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതിൽ നിന്നും വ്യതിചലിച്ചു പോവരുത് എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ധർമ്മകാര്യങ്ങളാവുന്നത് നമ്മൾ ചെയ്ത് പ്രാർത്ഥിക്കണം. എന്തായാലും അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോവുക. ജാതകശാലയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. നേരിൽ വരാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അവിട്ടത്തിൻ്റെ രണ്ടാം പകുതിയും ചതയും പോരൂരിട്ടാതിൽ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പെട്ടെന്നുള്ള ഒരു ചിലവുകളോ ധനനഷ്ടങ്ങളോ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതീക്ഷിക്കാത്തൊരു ചിലവ് അങ്ങോട്ട് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തികളിലേക്ക് ഇറങ്ങി അത് വലിയ ബഡ്ജറ്റിലേക്ക് പോകുന്നതായിട്ട് ചില വിശേഷം ഉണ്ടാകും. സൂക്ഷിക്കണം. ചിലർക്ക് ചില മാനഹാനികൾ നേരിടും. ധനനഷ്ടം വരാം. സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയം എന്തെങ്കിലും തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒക്കെ വരാൻ സാധ്യത, വ്യവഹാരങ്ങളോ വരാൻ സാധ്യത കൂടുതലാണ്. വളരെയധികം ശ്രദ്ധിക്കണം. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളും തീരുമാനങ്ങളും ഈ സമയത്തുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. മേലധികാരിയുമായിട്ട് വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടത്രേ. അത് മുഖാന്തരം ചിലവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രവൃത്തി മണ്ഡലത്തിൽ പരാജയങ്ങൾ നേരിടാം. ചിലവർക്ക് നിർബന്ധിത ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നോർമലി എന്തെങ്കിലും വല്ല ട്രാൻസ്ഫറൊക്കെ ശ്രമിക്കുന്നവർക്കും ഒരു നല്ല സമയം തന്നെയാണ്. അത് നമുക്ക് വന്നു ചേരും എന്ന് നമുക്ക് കണക്കാക്കാം. ഗവൺമെൻറ് തലത്തിലായിട്ടുള്ള പ്രവൃത്തി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഉന്നത അധികാരങ്ങളൊക്കെ വന്നു ചേരാനും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. കുടുംബജീവിതത്തിൽ പുരോഗതികളും മാതാവിന് സൗഖ്യങ്ങളും യാത്രാക്ലേശങ്ങൾ അല്പം വരാൻ സാധ്യതയുണ്ട്. കഷ്ടനഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും ബന്ധുക്കളുടെ സപ്പോർട്ടുകളും സുഹൃത്തുക്കളുടെ സപ്പോർട്ടുകളും നമുക്ക് ലഭിക്കും. പ്രതാപങ്ങളും ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കുമെന്നാണ് കാണുന്നത്. ഈ ജന്മശനി ഗാനം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ചിട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചില സ്ഥിതിവിശേഷങ്ങളോ ചെറിയ മനക്ലേശങ്ങളൊക്കെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് കൂടുതലാണ്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളുടെ വിയോഗങ്ങൾ ചിലപ്പോൾ മനസ്സിന് ദുഃഖം ഉണ്ടാക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലവർ അകന്നു പോകലാവും. എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് വഴക്കടിച്ച് അകന്നു പോകുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളൊക്കെ വരാം. അത് ശ്രദ്ധിക്കണം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മാസമാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നമ്മൾ വേണ്ട കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ പറ്റുന്ന ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. കൂടുതൽ നമ്മളതിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. കുടുംബത്തിലും കലഹങ്ങളും വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ പോലെ തസ്കര ഭയം, ചിലവർക്ക് എന്തെങ്കിലും മുതലുകളൊക്കെ നഷ്ടപ്പെടുക, കൊടുത്ത് കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാം. അത് അല്പം ശ്രദ്ധിക്കണം. അതുപോലെ സാഹസ പ്രവൃത്തികൾക്ക് മുതിരരുത്. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. നല്ല പോഷകാഹാരത്തിന് സമയത്ത് കഴിക്കണം. എന്തെങ്കിലും അകാരണമായിട്ട് ക്ഷീണങ്ങളോ എത്ര മറ്റുള്ളവരെ നമ്മളങ്ങോട്ട് ഉപദേശിച്ചാലും എത്ര മറ്റുള്ളവർക്ക് മനസ്സിലാവായിക കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളും നമ്മളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് വല്ലാതെ എല്ലാ കാര്യങ്ങളും നേരാക്കണം എന്ന് കണക്കാക്കി മുന്നോട്ട് പോകരുത്. അതിൽ ദുഃഖങ്ങളും വിഷമങ്ങളും വരും. അത് ശ്രദ്ധിക്കുക. ക്ഷമാശീലം വരുത്തുക. ഭഗവത് പ്രീതി വരുത്തുക. കാലദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകണം. ഏട്ടർശനിയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. വളരെയധികം ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ജാതകവശാലുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടവർ തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ ബന്ധപ്പെടാം. അതല്ലെങ്കിൽ നേരിട്ട് വരാൻ ആഗ്രഹിക്കും തീർച്ചയായിട്ടും നേരിൽ വരാവുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം കുംഭരാശിക്കാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ.
പൂരോരുട്ടാതെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനൻ രാശിക്കാർക്ക് ഈ 2024 ജൂൺ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ സ്ഥാനമാന ലാഭങ്ങൾ നമുക്ക് തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അർഹിക്കുന്ന ചില സ്ഥാന ലാഭങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ശത്രുതയും വിരോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. സാമ്പത്തികപരമായിട്ട് ഒരു അഭിവൃദ്ധിയുള്ള ഒരു മാസമാണ്. ഇഷ്ടകാര്യസിദ്ധി, ഇഷ്ടഭക്ഷണയോഗം, ദൂരദേശയാത്രകൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ചില വിശേഷങ്ങളൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. ചില വ്യക്തിത്വ പ്രതിസന്ധികൾ ഒക്കെ നേരിടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്ന് പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറി വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ശത്രുക്കളിൽ വിജയമുണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഈ പ്രത്യേകിച്ച് ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ ഈ മാസം നമുക്ക് വന്നു ചേരാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ സ്ഥാനമാനങ്ങൾ ഒക്കെ വന്നു ചേരും. ധനസമൃദ്ധി ഉണ്ടാവും. നേതൃത്വ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു. യാത്രയിൽ ചെറിയ അപകടങ്ങൾ ശ്രദ്ധിക്കണം. ചിലർക്ക് തലവേദന, അതുപോലെ തന്നെ കണ്ണിന് ദീനം, നാഡീബലക്കുറവ് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പെട്ടെന്നുള്ള ചില അപകടങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അശ്രദ്ധമായിട്ട് വാഹനയാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്പീഡൊക്കെ കുറച്ച് പോകണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ നേരിടും എന്നാണ് പറയുന്നത്. കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിയും. സമാധാന അന്തരീക്ഷം തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഏഴരശനിയൊക്കെ തുടങ്ങിയ സമയമാണ്. ചിലവർക്കത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കയറി വരാനും അത് ചില ബന്ധുക്കളുടെ ഇടപെടൽ മൂലം കുടുംബജീവിതം അത് വളരെയധികം ക്ലേശകരമായിട്ട് അവസ്ഥയ്ക്ക് പോകാനും തീർക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധുക്കളുടേതായിട്ടുള്ള ഒരു കൈകടത്തൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കളുടെ ആണെങ്കിലും അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചില ബന്ധുക്കൾ നമ്മളൊന്നും വിട്ടുപോകുന്നതായിട്ട് ചില അവസ്ഥകളും ഉണ്ടാവും. പ്രതിസന്ധികൾ തരണം ചെയ്യും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ദാമ്പത്യ സൗഖ്യത്തിനായിക്കൊണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അവരവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് സമയസന്ദർഭങ്ങൾക്കനുസരിച്ച് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകണം. കൂട്ടുകച്ചവടത്തിൽ തോൽവി സംഭവിക്കും. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലത്. മറ്റെന്തെങ്കിലും ഊഹക്കച്ചവടങ്ങൾ ഈ മാസം ഒഴിവാക്കുക. ചിലർക്ക് ചില അപമാനങ്ങളും നേരിടും. അത് ശ്രദ്ധിക്കണം. നഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഹാരിഷ്ടതകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് സന്ധിവേദനകൾ വരും. യാത്രയിൽ ചെറിയ അപകടങ്ങൾ അതൊക്കെ സൂക്ഷിക്കുക. നേരത്തെ പറഞ്ഞ പോലെ അതിനൊക്കെ നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് വിശദാംശങ്ങൾ അനുസരിച്ച് നമ്മൾ വേണ്ട പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിക്കൊണ്ട് ജാതകവശാൽ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നേരിൽ വന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഭഗവത് പ്രീതി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മീനം രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇത്തരം അറിവുകൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാനലിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും ജ്യോതിഷപരമായിട്ട് ചെറിയ സംശയങ്ങളും മറ്റുമൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന പക്ഷം നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. ജാതക പരിശോധനയും മറ്റു കാര്യങ്ങൾ പലരും നമുക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് നേരിൽ കൈകാര്യം ചെയ്യേണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷനോ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. സംശയ നിവാരണത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ മറുപടി കൊടുത്തു വരുന്നുണ്ട്. എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് എല്ലാവരും ചെയ്യാൻ മറക്കരുത്. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ലൈക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോരുത്തരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നല്ലത് വരട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.